കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ബാലിന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മിത്രയും ജയനെയും പിന്നെ കോളനിയില് മിഥുനെ അന്വേഷിച്ച് നടക്കുവാണ്. പക്ഷെ അവിടെ എങ്ങും മിഥുനെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അവസാനം മിത്രയുടെ അടുത്ത് ജീന പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഇനി ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്നോണ്ട് ഒരു പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സമയം വൈകിക്കൊണ്ടിരിക്കുക, നമുക്ക് തിരികെ പോവാന്ന് പറയാം. ഇല്ല, ഞാൻ തിരികെ വരത്തില്ല എന്ന് പറയാം. അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവും? നിന്റെ വീട്ടിൽ അന്വേഷിക്കില്ലേ? പക്ഷെ സ്വർണ്ണമില്ലാതെ എനിക്ക് പോകാൻ പറ്റില്ല ജീന, നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ എനിക്ക് വേണ്ടിയിട്ടാണ് ആരിനെ ഈ തല്ലെല്ലാം കൊള്ളുന്നത്. അലോക് സ്വർണത്തിന്റെ പേര് പറഞ്ഞിട്ടാണ് ആരിനെ ഉപദ്രവിച്ചത്. ഇനിയിപ്പൊ സ്വർണം തിരികെ കൊടുത്തില്ലെങ്കിൽ ആരിനെ വീണ്ടും അലോക് ഉപദ്രവിക്കും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഇനിയിപ്പം ആരിന്റെ തല പോയെന്ന് പറഞ്ഞാലും അവൻ സത്യം തുറന്നു പറയാൻ പോകുന്നില്ല. കാരണം അങ്ങനെ സത്യം പറഞ്ഞാല് അവന്റെ അമ്മയും ഏട്ടത്തി എല്ലാം കുടുങ്ങും എന്നുള്ള കാര്യം അവന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എനിക്ക് ആരിനെ കൊലയ്ക്ക് കൊടുക്കാൻ വയ്യ. അതുകൊണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് അവനെ കണ്ടെത്തണമെന്ന് പറയാം. ഇത് കേട്ടാൻ ജീവന പറഞ്ഞു, ശരി, ഞാൻ നിന്റെ കൂടെ തന്നെ നിൽക്കാം, അല്ലാതെ എനിക്ക് വേറെ പോകാൻ വഴിയില്ല. ഇങ്ങനെയൊക്കെ നീ പറയുമ്പോ നിന്നെ ഇട്ടിട്ട് പോകാൻ എനിക്ക് തോന്നില്ലെന്ന് പറയാണ്. ഈ സമയം ബാലനും ഗോമതിയും ആനന്ദിന്റെ വിവാഹം ആലോചിച്ച് പെൺവീട്ടിൽ പോയിട്ട് തിരികെ വീട്ടിലേക്ക് പോവാണ്. അപ്പോഴാണ് ഫോൺ ബെല്ലടിക്കുന്നത്. ബാലൻ നോക്കിയിട്ട് ആഹാ, കാർത്തികനായല്ലോ, കോൾ എടുക്ക് ബാലേട്ടാന്ന് ഗോമതി പറയാണ്. കോൾ എടുത്തു. അല്ല, ബാലൻ വീട്ടിലെത്തിയോന്ന് ചോദിക്കാ. ഇല്ല, പോയിക്കൊണ്ടിരിക്കുവെന്ന് പറയാം. അന്ന് ഞാൻ പിന്നെ വിളിക്കാം. അത് കുഴപ്പമില്ല, ഇപ്പൊ വിളിച്ചോ. കല്യാണം എന്നാ തീരുമാനിക്കുന്നേ, അതിനെക്കുറിച്ച് ചോദിക്കാനാണെന്ന് ചോദിക്കും. ഇത് കേട്ടതും കാർത്തികൻ പറഞ്ഞ, അല്ല പിന്നെന്താ കാർത്തിക കാര്യം? അതെ, ഈ വിവാഹമായിട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് താല്പര്യം എന്ന് പറയണം. എന്താ പറഞ്ഞേ? വിവാഹമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യം ഇരുന്ന എന്താ കാർത്തികൻ ഇങ്ങനെ പറയണേ? ഇപ്പോഴല്ലേ അവിടുന്ന് വാക്കുറപ്പിച്ചും കൊണ്ട് ഇറങ്ങിയെന്ന് ചോദിക്കും. അതൊക്കെ ശരി തന്നെ, എന്തു പറ്റി? ഞങ്ങളുടെ ആനന്ദിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇനിയിപ്പോ സംശയം ഉണ്ടെങ്കിൽ ആനന്ദിനെ കുറിച്ച് ഇവിടെ വന്ന ആരോട് വല്ലതും അന്വേഷിച്ചോ? അന്വേഷിച്ചതിനൊക്കെ ശേഷം മതി ഒരു തീരുമാനം എടുക്കാനായിട്ട്. ഇനിയിപ്പൊ ഞാൻ പറഞ്ഞു എന്റെ മോൻ നല്ലതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു തീരുമാനം എടുക്കണ്ടെന്ന് പറയണം. ഇവിടുന്ന് കാർത്തികൻ പറഞ്ഞു, അതല്ല, ഈ വിവാഹത്തിന് എനിക്ക് താല്പര്യമില്ല. അത് ഫോണിൽ കൂടെ പറയാൻ പറ്റുന്ന കാര്യമില്ല, നേരിട്ട് കണ്ടിട്ട് പറയാന്ന് പറഞ്ഞ് അയാൾ ഫോൺ കട്ട് ചെയ്യുവാണ്. ഈ സമയം ഗോമതി ചോദിച്ചു, എന്താ ബാലേട്ടാ, എന്താ കാര്യം എന്ന് ചോദിക്കുക. അവർക്ക് ഈ വിവാഹബന്ധത്തിന് താല്പര്യമില്ലാന്ന്. ഇത് കേട്ടത് വല്ലാത്ത സങ്കടമായിപ്പോയി ഗോമതിക്ക്. പെട്ടെന്ന് ബാലനോട് ബാലേട്ടൻ വിഷമിക്കണ്ട, അവന് വിവാഹപ്രായം ആയില്ല എന്ന് തോന്നേ. അതെ, കല്യാണം നടക്കുന്ന കല്യാണ യോഗമൊക്കെ ആയല്ലോ, കല്യാണ യോഗം വേണമല്ലോ, അപ്പൊ അതിനുള്ള സമയം ആയിട്ടില്ല എന്ന് തോന്നിയെന്ന് പറയാം. പെട്ടെന്ന് ബാലമണി, ശരിയാ നീ പറഞ്ഞേ, എനിക്ക് തോന്നി ഇപ്പൊ മിക്കവാറും എനിക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നേ. എന്റെ ജാതകദോഷം കൊണ്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന്. ആനന്ദിന്റെ കല്യാണം നടക്കാത്തെ കാരണം ആനന്ദിന് വേണ്ടി കല്യാണം ആലോചിച്ചുകൊണ്ട് നടക്കുന്ന ആള് ഞാനാണല്ലോ. ബാക്കി 2 മക്കളുടെ കല്യാണം കഴിഞ്ഞു, അവർ സ്വയമേ തെരഞ്ഞെടുത്തു. പക്ഷെ ഇവന് മാത്രം കല്യാണം ഒട്ടും നടക്കുന്നുമില്ല. എന്താ ബാലേട്ട ഇങ്ങനെയൊക്കെ പറയണേ? കോമതി, എന്റെ രാശി ശരിയല്ലാന്ന് തോന്നേ, അതാന്ന് പറയണം. ഇതേ ബാലേട്ട, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇങ്ങനെയൊന്നും ഇനി മേലെ പറഞ്ഞേക്കരുത്. അവന് സമയമാകുമ്പോ അവന്റെ കല്യാണം നടന്നോളും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് ബാലേട്ട സംസാരിക്കണമെന്ന് ചോദിച്ച് ഗോമതി ബാലനെ വഴക്കു പറയാണ്. പിന്നീട് മീനാക്ഷിയുടെ കൂടെ ജോലി ചെയ്യുന്ന മാഡം കൂടെ നടക്കുന്നത്. അപ്പൊ ഓരോ കാര്യങ്ങളൊക്കെ, ഓരോ ഫയലിനെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ട് നടന്നു വരുന്ന വഴിക്കാണ് ഗോമതിയുടെ കോള് വരുന്നത്. പെട്ടെന്ന് പുള്ളിക്കാരത്തിയോട് പറഞ്ഞു, അതെ എന്റെ അമ്മയെ വിളിക്കണേന്ന് പറയാൻ. കോൾ എടുക്കാൻ പറയണം. എന്താ അമ്മേ, എന്താ വിളിച്ചേ? അല്ല മോളെവിടെയാ? ഞാനിതേ അങ്ങോട്ട് നടന്നോണ്ടിരിക്കുക. അമ്മയോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ കൂടെ എന്റെ മാഡം വീണച്ചി ഉണ്ടെന്ന് പറയണം. ഓ മനസ്സിലായി. എന്താ അമ്മ എന്തിനാ വിളിച്ചെന്ന് ചോദിക്കണം. ഒന്നുമില്ല മോളെ, എന്തോ കാര്യമുണ്ട്, അമ്മയ്ക്ക് എന്തോ വിഷമമുണ്ട്. കാര്യം എന്താന്ന് പറ. അമ്മ കല്യാണക്കാര്യം ആലോചിച്ച് പോയിട്ട് എങ്ങനെയായി? ആനന്ദിന്റെ പെൺവീട് കാണാൻ പോയിട്ട് എങ്ങനെയായി? കല്യാണം ഉറപ്പിച്ചോന്ന് ചോദിക്കുക. ഇത് കേട്ടതും ഗോമതി പറഞ്ഞു, ഇല്ല മോളെ, എന്തു പറ്റി? കല്യാണമൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി പോന്നാ, പക്ഷെ പോരുന്ന വഴിക്ക് ബാലേട്ടൻ അയാളെ വിളിച്ചിട്ട് വിവാഹം നടക്കില്ല എന്ന് പറഞ്ഞു പറയണം. അതെന്തു പറ്റി? കാരണമൊന്നും അറിയത്തില്ല മോളെ എന്ന് പറയണം. ശരി ശരി അമ്മ വിഷമിക്കണ്ട, ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് എത്തിയേക്കാന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യണം. പിന്നീട് മീനേച്ചിയോട് പറഞ്ഞു, അതെ അമ്മ ആകെപ്പാടെ സങ്കടത്തില്ല, അതുകൊണ്ട് എന്നെ വിളിച്ചെന്ന് പറയാ. അല്ല എന്തു പറ്റി മീനാക്ഷി, എന്താ കാര്യം നോക്കിയാണ്? ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു ആനന്ദേട്ടനെ കുറിച്ച്? ആ അറിയാം, മീനാക്ഷിയുടെ ഹസ്ബൻഡിന്റെ ഏട്ടൻ. അതെ, പുള്ളിക്കാരൻ നല്ല പാവാ. ഇതുപോലത്തെ ഒരു സ്വഭാവം, നല്ല സ്വഭാവ ഗുണങ്ങളുള്ള പൈമാരി അടുത്ത പ്രദേശത്തും കാണത്തില്ല എന്ന് പറയാ. അല്ല എന്നിട്ട് ഇപ്പൊ എന്ത് പറ്റി? കല്യാണം വന്നു, കല്യാണം മുടങ്ങിപ്പോയി. 2-3 കല്യാണാലോചന വന്ന എല്ലാം മുടങ്ങിപ്പോവാ. ആനന്ദേട്ടൻ ഒന്നും സെറ്റ് ആകുന്നില്ലെന്ന് പറയാ. പാവ അമ്മയച്ഛനും അതിന്റെ വിഷമത്തിലാന്ന് പറയാ. ഇത് കേട്ടതും പെട്ടെന്ന് വീണ പറഞ്ഞു, ഞാന് മുമ്പ് കുറെ തവണ മീനാക്ഷി ഏട്ടനെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്, നല്ല സ്വഭാവമാന്നൊക്കെ. അന്ന് എന്റെ മനസ്സിലൊരു ചിന്ത കടന്നുകൂടിയതാന്ന് പറയും. എന്താ മാഡം, എന്താ? അല്ല, എന്റെ മോൾ ആതിര ഉണ്ടല്ലോ, അപ്പൊ അവളും പഠിപ്പൊക്കെ കഴിഞ്ഞ് നിൽക്കുക, അപ്പൊ അവളെ ഒന്ന് ആലോചിച്ചാൽ കൊള്ളാന്ന് എനിക്കുണ്ട്. ഇത് കേട്ടതും പെട്ടെന്ന് തന്നെ മീനാക്ഷി പറഞ്ഞു, അത് കൊള്ളാലോ, നല്ല കാര്യമാണല്ലോ എന്ന് പറയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ മാഡം,
എല്ലാം ആലോചിച്ചുറപ്പിച്ചിട്ട് മതി. ഇനിയിപ്പം മോൾക്ക് സമ്മതമാണ്, വീട്ടുകാർക്കെല്ലാം സമ്മതമാണെങ്കിൽ ഇത് വീട്ടിൽ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ എൻ്റെ ആനന്ദേട്ടൻ്റെ വെറുതെ സങ്കടമാകുമെന്ന് പറയണം. ആ മനസ്സ് വേദനിപ്പിക്കാൻ ഇനിയും ഞാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് പറയാം. അതൊന്നും കുഴപ്പമില്ല. ഒരു കാര്യം ചെയ്യും, ഫോട്ടോസോ വീഡിയോസോ ആനന്ദിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെൻ്റെ ഫോണിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാൻ പറയാം. ഞാൻ വീട്ടിൽ കൊണ്ടേ മോളെ കാണിക്കാന്ന് പറയാം. ശരി ശരി, ഞാനിത് തരാന്നൊക്കെ അവള് മീനാക്ഷി പറയാണ്. പിന്നീട് മീനാക്ഷി വീട്ടിലേക്ക് വരിക. ഈ സമയം ഗോമതി ആകപ്പെടെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ നിൽക്കുക. അനുശ്രീ വന്നിട്ട് ചോദിച്ചു, അല്ല മിത്രേച്ചിനെ കുറിച്ച് വല്ല വിവരം കിട്ടിയെന്ന് ചോദിക്കുകയാണ്. ഇല്ലാന്ന് പറയാണ്. അപ്പോഴാണ് മീനാക്ഷി വരുന്നത്. മീനാക്ഷി വന്നിട്ട് ചോദിച്ചു, അമ്മ എന്താ ഈ തീ പിടിച്ച പോലെ ഇങ്ങനെ നടക്കണേന്ന് ചോദിക്കുക. എന്തേ അമ്മ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാര്യത്തെക്കുറിച്ചാണോ? അതേക്കുറിച്ച് ഓർത്ത് ടെൻഷൻ ഒന്നും അടിക്കണ്ട കേട്ടോ. അതെ ഇനിയിപ്പം എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഒരു സന്തോഷം വർത്താനം പറയാനുണ്ടെന്ന് പറയാം. ഇത് കേട്ടതും ഗോമതി പറഞ്ഞു, അത് മീനാക്ഷി ഒരു പ്രശ്നമുണ്ട്. എന്താ? ഇതുവരെയായിട്ടും കോളേജിൽ പോയി മിത്ര മടങ്ങി വന്നിട്ടില്ലെന്ന് പറയാം. ഇത് കേട്ടത് മീനാക്ഷി ചോദിച്ചു, കോളേജിൽ പോയി മിത്ര മടങ്ങി വന്നിട്ടില്ലേ ഇത്ര സമയമായിട്ടോ? അതെ, എവിടെ പോയെന്ന് എങ്ങനെ പോയെന്നും അറിയില്ല എന്ന് പറയാണ്. അവള് സാധാരണഗതി വരേണ്ട സമയം കഴിഞ്ഞാന്ന് പറയാ. ഈ സമയത്താണ് ആര്യൻ അങ്ങോട്ട് വരുന്നത്. ആര്യനോട് പെട്ടെന്ന് മീനാക്ഷി പറഞ്ഞു, എടാ മിത്ര ഇതായിട്ടും കോളേജിൽ നിന്ന് മടങ്ങി വന്നിട്ടില്ലെന്ന് പറയാം. അതിനിപ്പം ഞാൻ എന്ത് ചെയ്യണം? എനിക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. അവൾ അവളുടെ ഇഷ്ടത്തിന് പോയിട്ട് വരട്ടെ എന്ന് പറയാം. ഇത് കേട്ട അനുസരിച്ച് പറഞ്ഞു, അതെന്താ ഏട്ടാ അങ്ങനെ പറഞ്ഞേ? ഏട്ടന്റെ ഭാര്യയല്ലേ, ഏട്ടന് എടുത്തിട്ട് കാര്യത്തില് ഒരു ഉത്തരവാദിത്വം ഇല്ലെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ആര്യനൊന്നും ഞെട്ടി. കാരണം അനുസരി അങ്ങനെ പറയുന്ന സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ല. പെട്ടെന്ന് തന്നെ ആരും പറഞ്ഞു, ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചല്ല. എനിക്കെന്തോ ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട്. കല്യാണത്തിന് ശേഷം നിങ്ങൾ രണ്ടുപേരും ഇതുവരെയായിട്ട് അടുത്തടുത്തിരുന്ന് സംസാരിക്കുന്നോ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരെ പെരുമാറുന്നതൊന്നും കണ്ടിട്ടില്ലല്ലോ എന്ന് പറയാം. പെട്ടെന്ന് ഗോമതി അനു നീ രണ്ടും മിണ്ടായിരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക. അല്ലമ്മേ, ഞാൻ ഉള്ള കാര്യമല്ലേ പറഞ്ഞേ, ഇല്ലാത്ത കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയാം. ഈ സമയം ആര്യം പറഞ്ഞു, അതെ നീ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. ഞങ്ങൾ രണ്ടുപേരും നല്ല സ്നേഹത്തിൽ തന്നെയാണ്. പിന്നെ ഞാനിപ്പം അവളെ വിളിക്കാൻ പോകത്തില്ലെന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണെന്നറിയാവോ? അവൾക്ക് ഞാൻ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്, അവളുടെ ഇഷ്ടം പോലെ ജീവിക്കാന്നുള്ള. അല്ലാതെ അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് പിടിച്ചു വലിക്കുന്ന സ്വഭാവമൊന്നും എനിക്കില്ല. അവളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. ഈ പ്രായത്തിലേക്കല്ലേ ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ടാന്ന് പറയാ. അല്ലാതെ എനിക്ക് അവളോട് ഇഷ്ടമൊന്നും ഇല്ലാത്തതുകൊണ്ടല്ലെന്ന് പറയാണ്. അങ്ങനെ നൈസില് ആര്യം തടി തപ്പുവാണ്. ഈ സമയം കോമതി പറഞ്ഞ്, എന്ത് തന്നെയാണെങ്കിലും എത്രയും പെട്ടെന്ന് നീ പോയി അവൾ എവിടെയാന്ന് വെച്ചാൽ അവളെ അന്വേഷിച്ച് കണ്ടുപിടിക്കണമെന്ന് പറയാണ്. ഇത് കേട്ടതും ആരും നല്ല ദേഷ്യവും സങ്കടമൊക്കെ വന്നു. പിന്നീട് അനുസരിയോട് മീനാക്ഷി പറഞ്ഞു, മോൾ എനിക്ക് ഒരു ഗ്ലാസ് ചായ എടുത്തുകൊണ്ട് വരാൻ പറയണം. അങ്ങനെ അനുസരി അകത്തേക്ക് പോയ സമയത്ത് ആര്യം പറഞ്ഞു, എല്ലാരും കൂടെ എന്റെ തലയിലേക്ക് കെട്ടി വെച്ചതല്ലേ, എന്നിട്ട് ഇപ്പൊ എന്തായെന്ന് ചോദിക്കുക. മീനാക്ഷി പറഞ്ഞു, നീ ഇങ്ങനെയൊന്നും പറയില്ലടാന്ന് പറയാണ്. പിന്നെ ഞാൻ എങ്ങനെ പറയണ ഏട്ടത്തി? ഗോമതി പറഞ്ഞു, എടാ നിന്റെ ഭാര്യ, നീ കെട്ടിയ താലി അവളുടെ കഴുത്തി കിടക്കുന്നേ ഭാര്യയാണ് പോലും, എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. എല്ലാരും കൂടെ കൂടിയിട്ട് എന്നെ ചതിച്ചല്ലേ, എന്നിട്ട് ഇപ്പൊ ഞാൻ ഇനി അവളെ അന്വേഷിച്ചും കൂടെ നടക്കണം എന്നും പറഞ്ഞിട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. മീനാക്ഷിക്കും കോമതിക്കും എന്ത് ചെയ്യണം എന്നറിയില്ല. ഈ സമയം മിത്ര ആകെപ്പാടെ സങ്കടത്തിലാണ്. മിത്രയ്ക്കാണ് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയിൽ മിത്ര നിൽക്കുന്നത്. പിന്നീട് മിഥുന്റെ ഒരു കൂട്ടാൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ്. ജോയി എന്നാണ് അവന്റെ പേര്. അവന്റെ കയ്യിൽ ചെന്ന് ചോദിച്ചു, അല്ല മിഥുനെക്കുറിച്ച് വല്ല വിവരം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. എല്ലാം കേട്ടിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, നിങ്ങളുടെ കഥ കേട്ട് എനിക്ക് തന്നെ സങ്കടം വരുന്നുണ്ട്. പക്ഷെ എനിക്ക് ഒരു കാര്യമുണ്ട്, മിഥുൻ ഇവിടെ ഇല്ല, അവൻ ദുബായിക്ക് പോയെന്ന് പറയാണ്. ദുബായിക്കോ? അതെ, ദുബായിക്ക് പോയി, ഇനി 3 മാസം കഴിഞ്ഞിട്ടേ വരുവുള്ളെന്ന് പറയാം. ഇത് കേട്ടതും മിത്രയ്ക്ക് ഭയങ്കര സങ്കടമായി. മിത്ര പറഞ്ഞു, ഏയ് അവൻ ദുബായിക്കൊന്നും പോയിട്ടില്ല, ജോയ് വെറുതെ കള്ളം പറയില്ലെന്ന് പറയാണ്. ദേ സത്യമായിട്ടുള്ള കാര്യമാണ് പറയണേ, നിങ്ങളുടെ കഥ കേട്ട് എനിക്ക് സങ്കടം വരുന്നുണ്ട്. അവൻ വന്ന ഉടനെ ഞാൻ നിങ്ങളെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാട്ടോ. അതെ, നിങ്ങൾ എന്താണെങ്കിലും നിങ്ങളുടെ കൂടെ ഫുൾ സപ്പോർട്ടായിട്ട് ഞാനും ഉണ്ടാവും, ധൈര്യമായിട്ട് ഇരിക്കാൻ പറയാണ്. പിന്നീട് ജീന പറഞ്ഞു, ബാ മിത്രേ നമുക്ക് പോകാന്ന് പറഞ്ഞ് മിത്രയുടെ കയ്യിലേക്ക് അങ്ങോട്ട് കയറി പിടിക്കുകയാണ്. അങ്ങനെ അവരങ്ങോട്ട് മാറിയതും ജോയും ഇതിനെ ഫോൺ വിളിക്കുകയാണ്. എടാ അവര് പോയെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പിന്നീട് കലിങ്കിന്റെ മുകളിലേക്ക് ഒന്ന് മിത്രയും ജീനയും കൂടി ഇരിക്കുകയാണ്. അപ്പം മിത്രയോട് ജീന പറഞ്ഞു, അതെ ആ ജോയി പറഞ്ഞല്ല നീ വിശ്വസിച്ചോ? മിഥുൻ എന്താളും ദുബായിക്കൊന്നും പോയിട്ടില്ല, അവൻ എവിടെയെങ്കിലും കാണും, പക്ഷെ അവൻ മറിഞ്ഞിരുന്നിട്ടാ കളിക്കണേന്ന് പറയാം. ഇത് കേട്ടതും മിത്ര പറഞ്ഞു, അവൻ എത്ര മറിഞ്ഞിരുന്ന് പറഞ്ഞാലും എനിക്കവനെ പിടികൂടണം, കാരണം സ്വർണം കിട്ടണം എനിക്ക്, എങ്കിൽ മാത്രം എനിക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ. ജീന പറഞ്ഞു, ഇനി ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല, നമ്മള് കുറെ സന്നാഹങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് കാര്യവെള്ളം തോന്നുന്നത്, അല്ലെങ്കിൽ ഒരു കാരണവശാലും അവന് ഇവിടുന്ന് കിട്ടാൻ പോകുന്നില്ലെന്ന് എനിക്ക് തോന്നുവാന്ന് പറയാണ്. ഇത് കേട്ടതും മിത്ര പറഞ്ഞു, എനിക്ക് എങ്ങനെയുള്ളത് സ്വർണം വേണം, അവനെ കൊന്നിട്ടാണല്ലോ ശരി, ആ സ്വർണ്ണം ഇല്ലാതെ എനിക്ക് പോകാൻ പറ്റില്ല, എനിക്ക് ആരിന്റെ മുഖത്ത് പോലും നോക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് മിത്ര ഇങ്ങനെ ഇരിക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് ആകാശവും ആര്യനും കൂടെ മിത്രനെ അന്വേഷിച്ച് നടക്കുവാണ്. ആ ടൗണിൽ കൂടെ എല്ലാം നടക്കുവാണ്. കുറെ ദൂരം എത്തിയിട്ട് ഒരിടത്തും കണ്ടെത്താൻ പറ്റിയില്ല. അവസാനം ആകാശ് പറഞ്ഞു, അതെ എനിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട്, ഒരു കാര്യം ചെയ്യാം, നീ ഈ വഴി പോകും, ഞാൻ ഈ വഴി പോവാം, രണ്ടുപേർക്കും 2 വഴി പോവാന്ന് പറയാണ്. ഈ സമയം ആര്യം പറഞ്ഞ കാര്യം ചെയ്യും, ബൈക്ക് ആകാശേട്ടൻ കൊണ്ടുപോയിക്കോളാൻ പറയണം. വേണ്ട, നിനക്കല്ലേ കാലും കൈയൊന്നും വയ്യാത്ത, നീ കൊണ്ടുപോയിക്കോളാൻ പറയണം.
അങ്ങനെ രണ്ടുപേരും രണ്ട് വഴിയെ കൂടെ തിരിഞ്ഞു മിത്രനെ അന്വേഷിച്ച് യാത്രയാവുകയാണ്. ഈ സമയത്താണ് ബാലൻ വീട്ടിലേക്ക് വരുന്നത്. ബാലൻ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഗോമതിയുടെ മുഖം കണ്ടുപിടിച്ച്, എന്താ ഗോമതി, എന്താ വല്ലായിരിക്കണെന്ന് ചോദിക്കുക. ഒന്നുമില്ല, എന്തോ കാര്യമുണ്ട്, കാര്യം എന്താന്ന് പറ. അല്ല, മിത്രമോൾ ഇതായിട്ട് കോളേജ് വിട്ട് വന്നിട്ടില്ലെന്ന് പറയണം. കോളേജ് വിട്ട് വന്നില്ലേ? അവള് എവിടെ പോയതാ? അറിയില്ല. നിനക്ക് ആ ഫോണിലേക്ക് ഒന്ന് വിളിച്ചു നോക്കാൻ മേലായിരുന്നോ? അല്ല, അവൾക്ക് ഫോണില്ല എന്ന് പറയാണ്. ഫോണില്ലേ? അതെ, ഫോണില്ല. പെട്ടെന്ന് മീനാക്ഷി പറഞ്ഞ് ഫോൺ എങ്ങനെയോ തകർന്നു പോയെന്നാ പറഞ്ഞ, എങ്ങനെയാന്ന് അറിയില്ല എന്ന് പറയാണ്. പെട്ടെന്ന് ബാലൻ പറഞ്ഞു, എന്നിട്ട് ആരിനും ആകാശമൊക്കെ എന്തിയെ? അവരന്വേഷിച്ചു പോയിരിക്കുമെന്ന് പറയണം. ഓഹോ, അപ്പൊ ഇതാണ് ആകാശനെ നീ വിളിച്ചിട്ട് പെട്ടെന്ന് ഇവിടം വരെ വരണമെന്ന് പറഞ്ഞിട്ട് കാരണം ഇതല്ലേന്ന് ചോദിക്കുക. അതെ ബാലേട്ട, അവനെ ഒന്ന് അന്വേഷിക്കാൻ വിടാൻ വേണ്ടിയിട്ടെന്ന് പറയാണ്. ഇത് കേട്ടതും ബാലിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ലാന്ന് നിൽക്കുവാണ്. നീ എവിടെ പോയി അന്വേഷിക്കൊന്നും അറിയത്തില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ കണ്ടേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.